ബോധത്തിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുവേവ ച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാം അധ്യായം സ്കന്ധം 1 നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്ന അധ്യായത്തിന്റെ ശ്ലോകം 36 നോക്കാം. അല്ലേ മാതാജി? അതെ മാജി, അതെ. ഓക്കെ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം അധ്യായം 5 നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്ന അധ്യായത്തിന്റെ ശ്ലോകം 36. കുർവണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃഹ്ണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. കുർവണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃഹ്ണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. കുർവണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃഹ്ണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. ഹരിബോൾ. വേർഡ് മീനിങ്: കുർബാന നിർവഹിക്കുന്ന വേളയിൽ, യത്ര അതിന്മേൽ, കർമാണി കർത്തവ്യങ്ങൾ, ഭഗവത് പരമദിവ്യോത്തമ പുരുഷൻ, ശിക്ഷയാ ഇച്ഛയാൽ, അസകൃത് നിരന്തരമായി, ഗൃഹ്ണന്തി വിജയിക്കുന്നു, ഗുണ ഗുണങ്ങൾ, നാമാനി നാമങ്ങൾ, കൃഷ്ണസ്യ കൃഷ്ണന്റെ, അനുസ്മരന്തി സദാ സ്മരിക്കുന്നു, ച വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞാനുസരണം കർത്തവ്യം നിർവഹിക്കുന്ന വേളയിൽ ഒരാൾ സദാ ഭഗവാനെയും ഭഗവത് നാമങ്ങളെയും ഭഗവത് ഗുണങ്ങളെയും സ്മരിക്കുന്നു. അപ്പോ ഇവിടെ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് എപ്രകാരമാണ് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ സാധിക്കുക മോക്ഷാർത്ഥമായിട്ട്. കാരണം ഇവിടെ പറഞ്ഞത് വ്യാസദേവൻ, നമ്മളെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വ്യാസദേവൻ വേദാന്ത സൂത്രവും രചിച്ചതിന് ശേഷവും മനസ്സമാധാനം ഇല്ലാതെ അല്ലെങ്കിൽ സന്തോഷം അനുഭവപ്പെടാതിരുന്ന വേളയിൽ അദ്ദേഹം കഠിനമായി മെഡിറ്റേഷനിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് നാരദ മഹർഷി അവിടേക്ക് ആഗതനായത്. അപ്പോ തന്റെ ദുഃഖത്തിന്റെ ഹേതു ത്രികാലജ്ഞാനിയായ നാരദ മഹർഷിക്ക് വ്യക്തമാകുമെന്നും അതിനാൽ തന്നെ ഉപദേശിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. അപ്രകാരമാണ് നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നത്, താങ്കൾ ചെയ്തതെല്ലാം ഏറ്റവും അത്യുത്തമം തന്നെയാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് വൈദിക ആചാരപ്രകാരം എപ്രകാരം ജീവിക്കാൻ പറ്റും, എപ്രകാരം മെറ്റീരിയൽ ഓപ്പുലൻസ് നേടി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയെല്ലാം വേദങ്ങളിലൂടെ വിശദമാക്കി. കർമ്മകാണ്ഡയിലും ജ്ഞാനകാണ്ഡയിലും ഉപാസന കാണ്ഡയിലൂടെയും വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല താങ്കൾ വേദാന്ത സൂത്രവും രചിച്ചു. ഇതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു മാല പോലെ വേദാന്ത സൂത്രവും രചിച്ചു. ആർക്ക് വേണമെങ്കിലും ഏതിനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ഇതിന്റെ എല്ലാം സബ് ഡിവിഷനായിട്ട് വേദാന്ത സൂത്രവും രചിച്ചു. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡയിൽ വിവരിച്ചിരിക്കുന്ന 33 ദേവി ദേവന്മാരുടെ വർഷിപ്പിനെ സെപ്പറേറ്റഡ് ആക്കുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ദേവി ദേവന്മാർക്കും പ്രത്യേക ഉപനിഷത്തുകൾ ഉണ്ടാകും. ആക്ച്വലി 33 ദേവി ദേവന്മാരിൽ ഓരോരുത്തർക്കും പ്രത്യേക ഉപനിഷത്തുകൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു, സത്യയുഗങ്ങളിലൊക്കെ. പക്ഷേ കാലക്രമേണ അതെല്ലാം നഷ്ടമായി. ഇപ്പോ കലിയുഗത്തിന്റെ ദ്വാപരയുഗത്തിന്റെ അവസാനം വന്നപ്പോ ഒരു 2000-ഓളം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. അതും നഷ്ടമായി. ഇപ്പോ വെറും 108 ഉപനിഷത്തുകളിൽ മാത്രമായി ഒതുങ്ങി. ഈ 108 ഉപനിഷത്തുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം
ഈ 108 ഉപനിഷത്തുകളിലും ഭഗവാനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ടിലുടനീളം പല പല ഉപനിഷത്തുകളും കോട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അത് മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത്, മറ്റുള്ള ദേവീ ദേവന്മാരെല്ലാം കാലക്രമേണ നശിച്ചു പോയാലും ഭഗവാന്റെ മഹിമകളും ഭഗവാനെ പറ്റി സ്തുതിക്കുന്ന കാര്യങ്ങളും ഒന്നും ഒരിക്കലും നാശമില്ലാതെ തന്നെ തുടരും എന്നതിന്റെ ഉത്തമോദാഹരണമായിട്ടാണ് ഈ 108 ഉപനിഷത്തുകളും നിലകൊള്ളുന്നത്. ആ 108 ഉപനിഷത്തുകളിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് നാരദ മഹർഷി പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല, സാക്ഷാൽ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനുള്ള മാർഗം, ഒരു പഞ്ചമ പുരുഷാർത്ഥം അത് കൂടെ വിവരിച്ചെങ്കിൽ മാത്രമേ അതെല്ലാം സൃഷ്ടിച്ച വ്യാസദേവന് പോലും സംതൃപ്തി ലഭിക്കൂ എന്നിരിക്കെ നമ്മൾ എന്തിനാണ് വൈദിക ക്രമങ്ങളുടെ പിറകെ പോകുന്നത് എന്നൊരു ചോദ്യവും അവിടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചിട്ടപ്പെടുത്തിയ ആചാര്യന് പോലും, വ്യാസദേവന് പോലും പരിപൂർണ സംതൃപ്തി ലഭിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും പിന്നാലെ പായുന്നത്? യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മം വിവരിച്ചതിന് ശേഷം മാത്രമാണ് വ്യാസദേവന് പോലും പരിപൂർണ സംതൃപ്തി ലഭ്യമായത്. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവത ധർമ്മം മാത്രം മതി, അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നമുക്കും പരിപൂർണ സംതൃപ്തിയും സന്തോഷവും ലഭ്യമാകും. അത് എപ്രകാരം വേണം എന്നതാണ് ഇവിടെ ഭക്തിയുത സേവനത്തിലൂടെ നാരദ മഹർഷി വ്യാസദേവന് വിവരിച്ചു കൊണ്ടേയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകങ്ങളാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. 33, 34, 35, 36 ഒക്കെ ആ ഭക്തിയുത സേവനം എപ്രകാരം ഒരു മനുഷ്യൻ നിർവഹിക്കണം എന്നതിന്റെ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിലാണ് ശ്രീല പ്രഭുപാദിന്റെ കൃപ കൊണ്ട് നമ്മുടെ മുന്നിലും കിട്ടിയിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം മതി ഏറ്റവും അൾട്ടിമേറ്റ് മോക്ഷമായ അതീന്ദ്രധാമത്തിൽ എത്താൻ നമുക്ക് സാധിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അപ്പോ ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നത് ഭഗവാനെയും ഭഗവത് നാമങ്ങളെയും ഭഗവത് ഗുണങ്ങളെയും ഒരാൾ സദാ സ്മരിക്കണം എന്നാണ്. അതിനാണ് ഭക്തിയുത സേവനത്തില് നവവിധ പ്രോസസ്സുകൾ പറഞ്ഞിട്ടുള്ളത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം അങ്ങനെ തുടങ്ങുന്നതല്ല. അപ്പോ ഈ ശ്രവണവും കീർത്തനവും വിഷ്ണു സ്മരണവും ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ സാധിച്ചെടുക്കാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് നമ്മുടെ ചെവികളിൽ കിട്ടണം. അപ്പോൾ അത് ശ്രവണമായി. അപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം ആ വാക്കുകളിൽ, ആ ശബ്ദധ്വനികളിൽ നമ്മൾ കേന്ദ്രീകരിക്കാനും സാധിക്കും. ഇത് തന്നെയാണ് പെർഫെക്റ്റ് യോഗ എന്ന് പറയുന്നത്. ഒരു യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും നമ്മുടെ ശ്രദ്ധയും എല്ലാം ഒരേ പോയിന്റിൽ കേന്ദ്രീകരിക്കുക എന്നാണ് അർത്ഥം. അത് ഭഗവാനിൽ തന്നെ ആകുമ്പോൾ അത് തീർച്ചയായിട്ടും ഭക്തി യോഗയായി മാറും. അപ്പോ ഭക്തി യോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ആദ്യത്തെ പടി തന്നെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണമാണ്. ഇത് മൂന്നും ഒറ്റയടിക്ക് മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ സാധിച്ചെടുക്കാം. അപ്പോൾ സദാസമയം നമുക്ക് ഭഗവാനെ സ്മരിക്കാനും സാധിക്കും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ചാണ്ടി ചെയ്യുകയാണെങ്കിൽ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണെങ്കിൽ 16 റൗണ്ട് തീർന്നു കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ ആ മന്ത്രങ്ങൾ ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അനുഭവസ്ഥർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അക്കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ല, സ്വയം അനുഭവിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാവുക. അങ്ങനെ 2 മണിക്കൂർ തുടർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഭഗവാനിൽ സദാ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അത് ശ്രവിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ അതൊരു കീർത്തനാണ്. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുക അല്ലെങ്കിൽ ലീലകളെ സ്മരിക്കുക. ഇതെല്ലാം സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ആയിരിക്കും നമ്മൾ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ 3 പ്രോസസ്സിലൂടെ കടന്നു കഴിയുമ്പോൾ നമ്മുടെ നാമജപവും പരിപൂർണം പൂർത്തിയാകും. അതിനുശേഷം നമ്മൾ ഫുള്ളി ആ ഭഗവാന്റെ ആ സ്മരണയിൽ തന്നെ മുഴുകാൻ സാധിക്കും. 24 മണിക്കൂർ നമുക്ക് ഭഗവത് സ്മരണ നിലനിൽക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞാൽ വീണ്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വീണ്ടും ഇതേ തന്നെ പ്രോസസ്സ് തുടരുമ്പോൾ ക്രമേണ നമ്മൾ മിസ്റ്റിക് പവറിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കാരണം അഷ്ടാംഗ യോഗ ചെയ്ത് കിട്ടുന്നതിനേക്കാൾ മോസ്റ്റ് പവർഫുൾ ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ ആചാര്യന്മാർക്കെല്ലാം അതീവ മിസ്റ്റിക് പവർ ഉണ്ട്. പക്ഷെ അവര് സാധാരണ ആൾക്കാരെ പോലെ അത് ഇങ്ങനെ പ്രൗഡായിട്ട് ഇങ്ങനെ കാണിച്ച് മറ്റുള്ളവരെ മുന്നിൽ വലിയ ആളാവാനോ ദൈവമാകാനോ ഒന്നും ആരും ശ്രമിക്കില്ല. നമ്മുടെ ശ്രീ ഗുരുമരാജിന്റെ കാര്യം തന്നെ നോക്കാം. അദ്ദേഹം
വളരെ പഴകിയ ഒരു പഴയ തുണിസഞ്ചി കൊണ്ട് നടക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ അതിനകത്തിരിക്കുന്ന ആ പ്യുവർ സോൾ എന്ന് പറയുന്നത് സദാസമയം ഭഗവാന്റെ സ്മരണയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടോട്ടലി അതീന്ദ്രിയ അവസ്ഥയിലാണ്. നമ്മുടെ സാധാരണ കണ്ണുകൾ വെച്ച് ഭൗതികേന്ദ്രിയങ്ങൾ വെച്ചിട്ട് ഗുരുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം അതീന്ദ്രിയ അവസ്ഥയിലാണ് തുടരുന്നത്. ആ അതീന്ദ്രിയാവസ്ഥയിൽ ഇരിക്കുന്ന ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ കാര്യങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നത്. കാരണം ഗുരുവിലൂടെയാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത്. അപ്രകാരം ഗുരുവിലൂടെ ഭഗവാനെ കിട്ടുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ സ്മരണ എല്ലായ്പ്പോഴും നിലനിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്യുവർ സാത്വിക് ക്വാളിറ്റിയിലേക്ക് ഉയരാനും സാധിക്കൂ. അത് എപ്രകാരം സാധ്യമാകും, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ സാധ്യമാകും എന്നാണ് ശ്രീല പ്രഭുപാദ് പർപ്പട്ടിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് പർപ്പട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. ഒരു വിദഗ്ധ ഭക്തൻ സർവ്വവിധ കർത്തവ്യങ്ങളും ഈ ജന്മത്തിനായി അല്ലെങ്കിൽ അടുത്ത ജന്മത്തിനായി നിർവഹിക്കുന്ന വേളയിൽ സദാ ഭഗവാന്റെ നാമരൂപ ഗുണ കീർത്തനങ്ങളെ സ്മരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മള് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളുടെ പ്രവൃത്തികളല്ല ഇപ്പൊ ദീക്ഷ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചതിന് ശേഷം നമ്മളുടെ കർമ്മങ്ങളും പ്രവൃത്തികളും. ശരിക്കും പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ, ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നവർ അന്നും പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? അന്ന് പോകുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടും സ്വന്തം ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബന്ധുമിത്രാദികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ കൃഷ്ണാവബോധം സിദ്ധിച്ചതിന് ശേഷം നമുക്ക് ഭഗവാന്റെ ആ കൃപ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഗുരുവിന്റെ മേഴ്സി ലഭിച്ചതിന് ശേഷം നമ്മൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുമ്പോഴും സദാ കീർത്തനീയ സദാഹരി സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല. എല്ലാം നള്ളിഫൈ ചെയ്ത് പോകുന്നത് നമുക്ക് അനുഭവവേദ്യവുമാണ്. അപ്രകാരം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടുമ്പോൾ അത് ഭഗവാന്റെ സമർപ്പണത്തിന് തുല്യമായി മാറും. ആ അവസാനം നമുക്ക് മാസ അവസാനം കിട്ടുന്ന ആ ലക്ഷ്മി പോലും ഭഗവാന്റെ സേവനത്തിനായി അറിഞ്ഞോ അറിയാതെ തന്നെ വിനിയോഗിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഭക്തൻ രൂപപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് ചിലപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി നേടാൻ സാധിച്ചില്ലെങ്കിലും ഡോണ്ട് വറി, നമുക്ക് നെക്സ്റ്റ് ജന്മത്തിൽ അത് സാധ്യമാകും എന്ന ഉറപ്പും ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാതെന്ന്. ഈ വലിയ മരണഭയത്തിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു ചെറിയ ഒരു രീതിയിലാണ് ഭക്തിയുത സേവനം ചെയ്യുന്നതെങ്കിൽ പോലും. അതെങ്ങനെയെന്ന് ചോദിച്ചാല്, ശരിക്കും പറഞ്ഞാല് മരണഭയം എന്ന് പറയുന്നത് വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അത് ഓർക്കാൻ പോലും ഇഷ്ടമില്ല. ശരിക്കും മരണസമയത്ത് ആയിരക്കണക്കിന് തേളുകൾ കടിച്ചു വലിച്ചാൽ ഉണ്ടാകുന്ന വേദനയായിരിക്കും നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുക. കാരണം ഈ 3 യമദൂതന്മാർ മരണസമയത്ത് നമ്മളെ സമീപിക്കും. ഈ 3 യമദൂതർ മനസാ വാച കർമ്മണ, നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ശിക്ഷയായിട്ട് 3 യമദൂതന്മാർ നമ്മുടെ നവദ്വാരങ്ങളിലൂടെ നമ്മുടെ സോളിനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കും. ഈ ശരീരമാസകലം ഒരു വല പോലെ വ്യാപിച്ചിരിക്കുന്ന പ്രാണവായുവിനെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ 3 സൈഡിൽ നിന്നും വലിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് 10,000-കണക്കിന് തേളുകൾ കടിച്ചു പിടിക്കുന്ന ആ വേദന അനുഭവിക്കേണ്ടി വരും. അപ്രകാരം ഒരു മനുഷ്യനെ മരണഭയം വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ആ മരണസമയത്ത് ഇത്രയും പരാക്രമങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ആ സോളിനെ ആ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ ആഗ്രഹമില്ല. കാരണം അയ്യോ ഞാൻ ചത്തുപോകും, ഞാൻ ഇനി ഇല്ല എന്നുള്ളൊരു ചിന്ത കൂടെ വരുമ്പോ ആ സോൾ അത്രത്തോളം ആ ബോഡിയിൽ അറ്റാച്ച്ഡ് ആയി ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും പുള്ളിങ്ങിന്റെ ശക്തി കൂടിക്കൂടി വരികയും ചെയ്യും. അതേസമയം ഒരു കൃഷ്ണഭക്തനെ സംബന്ധിച്ച് ഭൗതിക ആസ്വാദനത്തിൽ നിന്നും വിടുതൽ നേടുന്ന അല്ലെങ്കിൽ ആദ്യത്തെ അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കുന്ന ഒരു നവഭക്തൻ പോലും ഒരു കാര്യമാണ് ആദ്യമായി മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭക്തൻ തീർച്ചയായിട്ടും മരണസമയത്ത് ഈ വേദനകളൊന്നും അറിയണ്ട. കാരണം ആ സമയത്ത് ആ സോളിന് മനസ്സിലാവും ഈ ശരീരം, ജീർണിച്ച ശരീരം എങ്ങനെയാണോ ഉപേക്ഷിക്കേണ്ടത്. ഒരു പഴയ ഉടുപ്പ് മാറി പുതിയൊരു ഉടുപ്പ് അണിയുന്ന അത്രയും ലാഘവത്തോടെ ആ സോള് ശരീരത്തിൽ നിന്ന് പുറത്തു വരും.
അപ്പൊ ഈ ആയിരക്കണക്കിന് തേള് കടിക്കണ വേദന ഒന്നും അനുഭവിക്കേണ്ടേ വരില്ല. സ്വയം സോള് സന്നദ്ധനായി പുറത്തു വരുന്ന സ്ഥിതിക്ക് യമദൂതന്മാർക്കും ഒരു ജോലി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുദൂതരായിരിക്കും നമ്മെ സമീപിക്കുക. അപ്പോ ലവമാത്ര, അതായത് സ്വല്പമാണ് നമ്മളെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഈ അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മരണഭയമില്ല. ത്രായതേ മരണോ ത്രായതേ ആ പേടി നമുക്ക് മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് തന്നെ മാറും. ആ വേദന ഒന്നും ഒരു ഭക്തനെ സംബന്ധിച്ച് അനുഭവിക്കേണ്ടിയേ വരില്ല. അത്രത്തോളം ഭക്തിയുത സേവനത്തിന്റെ ഒരു മാത്ര നമ്മള് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്കുള്ള ഫലമാണ്. അപ്പോ എല്ലാ സമയം സദാസമയം കീർത്തനീയ സദാഹരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഭക്തന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഈ പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് നമുക്ക് നവജീവൻ, മറ്റൊരു ശരീരം ലഭിക്കും. അതുമല്ലെങ്കിൽ അതിനേക്കാളും ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മത്തിന് ശേഷം ഉടനെ തന്നെ നമുക്ക് അതീന്ദ്രിയധാമം പോകാനും സാധിക്കും. അത്രയും കൃപ ആണ് ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവാന്റെ കരുതൽ എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ ധാമത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഭഗവാന്റെ അംശമായിരുന്നു, ഭഗവാന്റെ സേവകനായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ എന്തോ ഒരു അസൂയയോടെ വീക്ഷിച്ചതിനാൽ അല്ലെങ്കിൽ ഭഗവാനെ പോലെ ആസ്വദിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം ആ ജീവാത്മാവിന് ഉണ്ടായപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് ആഗ്രഹ പൂർത്തീകരണം മെറ്റീരിയൽ വേൾഡിലെ സാധ്യമാകൂ. അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ വേൾഡിൽ പോകാം. എത്രത്തോളം എൻജോയ് ചെയ്യണോ അത്രത്തോളം എൻജോയ് ചെയ്യാം. എന്നാണോ നിനക്കതെല്ലാം മതിയായി, വിടുതൽ നേടി എന്റെ ധാമത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ നിനക്ക് അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരും എന്നാണ് ഭഗവാന്റെ കണ്ടീഷൻ. പക്ഷേ അവിടുന്ന് ചവിട്ടി പുറത്താക്കി എങ്കിലും നമുക്കറിയാം നമ്മുടെ കൊച്ചുങ്ങളെല്ലാം സ്കൂളെല്ലാം വിദ്യാഭ്യാസം പൂർത്തിയാക്കി ദൂരെ എവിടെയെങ്കിലും കോളേജിലോ സ്കൂളിലോ ഒക്കെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ തിരിച്ച് മാതാപിതാക്കൾ വീട്ടിലെത്തിയാല് ഒരു വർഷം അല്ലെങ്കിൽ ആ പഠിത്തം കഴിയുവോളം മനസ്സുകൊണ്ട് അച്ഛനും അമ്മയും ആ കുട്ടിയോടൊപ്പം ആയിരിക്കും. അതുപോലെ ഭഗവാന്റെ ധാമത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ജീവാത്മാക്കളായ നമ്മളോട് ഓരോരുത്തരോടൊപ്പം ഭഗവാൻ സദാസമയവും പരമാത്മ രൂപത്തിൽ കൂടെ ഉണ്ടാവും. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ കുട്ടി കഴിക്കുന്നുണ്ടോ, ഈ കുട്ടി സന്തോഷിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് പോലെ ജീവാത്മാവിനെ പരമാത്മാവ് സദാസമയം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ജീവാത്മാവ് ഇതൊന്നും അറിയുന്നില്ല. ആ കുട്ടി അവിടെ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് മാതാപിതാക്കളെയൊന്നും അത്ര ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ലോകം തുറന്നു കിട്ടിയതാണ്. അവർ ആ ലോകത്തെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ജീവാത്മാക്കൾ പുതിയൊരു ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ഈ ഭൗതിക ലോകം എത്ര മനോഹരമാണ്, എത്ര ആസ്വാദ്യകരമാണ്. അയ്യോ, കണ്ണിന് ആനന്ദം തരുന്നു, മനസ്സിന് കുളിർമയേകുന്നു. നിമിഷ നേരത്തേക്കാണ് ഈ സന്തോഷവും കുളിർമയൊക്കെ അനുഭവപ്പെട്ടാൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ നമ്മള് ഈ ഭൗതിക ലോകം വിട്ടു പോകാനേ താല്പര്യപ്പെടില്ല. ഇവിടെ തന്നെ ജനിച്ചും മരിച്ചും അങ്ങനെ ജീവിക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതം. അപ്പൊ ഇതെല്ലാം അശാശ്വതമാണ്, എപ്പോഴും ദുഃഖങ്ങൾ മാത്രം തരുന്നതുമാണ്. രണ്ട് ദുഃഖങ്ങളുടെ ഇടയിൽ കിട്ടുന്ന നിമിഷ നേരം മാത്രമാണ് സന്തോഷം എന്ന് പറയുന്ന കാര്യം. അപ്പോ ഈ ദുഃഖങ്ങളുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് പരമാനന്ദമായിട്ടുള്ള ആ അതീന്ദ്രിയ ധാമത്തിൽ എത്താനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത്. അതിനുള്ള വഴിയാണ് ഇപ്പൊ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തതിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ ഇത് എത്രയും മഹത്തരമായിട്ടുള്ള ഈ ഭാഗവത ധർമ്മം അതീവ താല്പര്യത്തോടെയും അതീവ ശ്രദ്ധയോടെയും തുടരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പെർമനന്റ് ഹാപ്പിനെസ് ലഭിക്കുന്ന അതീന്ദ്രിയ ധാമത്തിൽ എത്താൻ സാധിക്കും. ആ വഴിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി വരുന്നത് എന്ന് സാരം. ഹരിബോൽ, ഹരേ കൃഷ്ണ. അടുത്ത പറയുന്നത് ഈ സദാ ഭഗവാന്റെ നാമരൂപ ഗുണ കീർത്തനങ്ങളെ സ്മരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഭഗവത് ആജ്ഞകളെ ഭഗവത്ഗീതയിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. എങ്ങനെ വേണം എന്നാണ് അർജുനനോട് പറഞ്ഞത്. അർജുനൻ ശരിക്കും പറഞ്ഞാല് ഈ യുദ്ധത്തിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ വയ്യ, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ വധിച്ചിട്ട് രാജ്യം നേടിയിട്ട് എന്ത് ഗുണം? ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരെയും ഇല്ലാതാക്കിയാൽ സ്ത്രീജനങ്ങൾ വഴിയാധാരമാകും, നാഥൻ ഇല്ലാതാവും, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ സന്തതി പരമ്പരകൾ ഇല്ലാതാവും, അവിഹിത സന്തതികൾ ജനിക്കാൻ ഇടയാകും. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് ഇല്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നിലത്ത് കുത്തിയിരുന്ന് കരയുന്ന അർജുനനാണ് ഭഗവാൻ 2-ാം അധ്യായം മുതൽ ഭഗവത്ഗീത ഉപദേശിച്ചു തുടങ്ങിയത്.
അപ്പോ കാർപ്പണ്യ ദോഷോ ഭഗവത് സ്വഭാവ, ഈ കാർപ്പണ്യ ദോഷത്താൽ ഞാൻ ആകെ വിവശനായിരിക്കുന്നു ഭഗവാനെ എന്ന് സറണ്ടർ ചെയ്തപ്പോൾ മാത്രമാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത്. അല്ലയോ അർജുന, നീ അവരെ ആരെയും വധിക്കുന്നില്ല, നിനക്ക് അവരെ ആരെയും വധിക്കാനും സാധിക്കില്ല. നാ ജായതേ നാ മ്രിയതേ വാ കഥാചിൻ ന്യായം ഭൂത്വാ ഭവിതാ വാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ നാ ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരത്തെ മാത്രമേ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കൂ, അതിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ നിനക്ക് ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നീ അവരെ വധിക്കാൻ ഇടയാക്കി ആ ശരീരത്തെ ഇല്ലാതാക്കിയാൽ അവരുടെ ആത്മാവിന് സ്വർഗലോക പ്രാപ്തി കിട്ടും. അപ്പൊ പിന്നെ നീ എന്തിനാണ് അർജുന വിഷമിക്കുന്നത്? അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യമാവുന്നത് ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്രകാരം ആ ഒരു തിരിച്ചറിവിലൂടെ തന്നെ വളരെ വളരെ വലിയ ഒരു തത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മരണഭയത്തെ നമുക്ക് ത്രായതേ ഇല്ലാതാക്കാൻ സാധിക്കുന്നതും ആ ഒരു സത്യം മനസ്സിലാക്കുന്നതിലൂടെയാണ്. അപ്പോ ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി കാര്യം നോക്കാം. ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭഗവാൻ ഉടമസ്ഥനായി വർത്തിക്കണം. വേദാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇന്ദ്രൻ, ബ്രഹ്മാവ്, സരസ്വതി, ഗണേശൻ തുടങ്ങിയ ചില ദേവന്മാരുടെ ആരാധനയിൽ പോലും സർവ സാഹചര്യങ്ങളിലും വിഷ്ണുവിന്റെ പ്രാതിനിധ്യം യജ്ഞേശ്വരൻ എന്ന നിലയിൽ യജ്ഞങ്ങളുടെ അധികാര ശക്തിയാകുന്നു. കണ്ടോ, വേദങ്ങളിലെല്ലാം 33 ദേവി ദേവന്മാരെയാണ് പറയുന്നതെങ്കിലും വേദത്തിന്റെ അന്ത്യത്തിൽ ഈ 33 ദേവി ദേവന്മാരെല്ലാം അണ്ടർ കൺട്രോൾ ഓഫ് മീ ആസ് ഗോവിന്ദ എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അതായത് ഈ ഗോവിന്ദനെയാണ് ഈ 33 ദേവി ദേവന്മാർ വർഷിപ്പ് ചെയ്യുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന് വേദ അന്ത്യം വരെ ചെന്നെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കാതെയും പോകുന്നത്. അപ്പോ ഈ 33 ദേവി ദേവന്മാരെല്ലാം ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭോക്താരാം യജ്ഞതപസ്സാം സർവലോക മഹേശ്വരം, എല്ലാ ലോകത്തിന്റെയും മഹേശ്വരനായിട്ടുള്ള സാക്ഷാൽ വിഷ്ണുവാണ് ഭോക്താരാം യജ്ഞതപസ്സാം, എല്ലാ യജ്ഞത്തിന്റെയും തപസ്സിന്റെയും എല്ലാം ഭോക്താവ്. അപ്പോ ഭഗവാനായിക്കൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യുക, ഭഗവാനായിക്കൊണ്ട് നമ്മൾ എല്ലാത്തിന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥ ഭക്തനായി മാറാം. ഭക്തിയുത സേവനത്തില് ഹയർ പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കുക, അതായത് എലിവേറ്റഡ് ആകാൻ സാധിക്കുക എന്ന് സാരം. അങ്ങനെ ചെയ്യാൻ ഇവിടെ ഉദാഹരണം സഹിതം പറയാണ്. ഇന്ദ്രൻ, വരുണൻ, ചന്ദ്രൻ, ബ്രഹ്മദേവൻ എല്ലാവരും ഭഗവാനെയാണ് യജ്ഞേശ്വരനായിട്ട് കാണുന്നത്. ആ യജ്ഞേശ്വരനെയാണ് സാധാരണ കലിയുഗത്തിലെ ആൾക്കാരായ ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരായ നമ്മള് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നത്, ഭഗവാനായി യജ്ഞം ചെയ്യുന്നത്. അപ്പൊ ദേവി ദേവന്മാരെക്കാളും ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഒരു വൈഷ്ണവന് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ എന്നും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ ഭൗതിക കാര്യങ്ങളെല്ലാം വളരെ നിസാരങ്ങളാണെന്ന് നമുക്ക് ബോധ്യമാവും. ഈ സുഖസൗകര്യങ്ങളും ഈ സ്വർണ്ണാഭരണങ്ങളും ഈ വസ്ത്രങ്ങളും ഇതെല്ലാം വെറും ശരീരത്തെ സഞ്ചിയെ മോടി പിടിപ്പിക്കുന്നത് പോലെ മാത്രം, അല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊന്നും ഇല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം അതിനൊക്കെ കൈകാര്യം ചെയ്യാനെന്ന് സാരം. അപ്പൊ യജ്ഞേശ്വരൻ തീർച്ചയായിട്ടും ഭഗവാനാണ് എന്ന് വ്യക്തമാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്. വേദങ്ങളിൽ അങ്ങനെയാണ്. ഓരോ കാര്യം സാധിക്കാനും ഓരോ ദൈവത്തെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം, എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ലൊരു ജോലി വേണമെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തണം. അത് എപ്രകാരം പ്രീതിപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ വേദങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ ഓരോരുത്തർ പറയും ഓരോ അർച്ചന ചെയ്യുക, അല്ലെങ്കിൽ എന്താ കാവടിയാട്ടം നടത്തുക, അങ്ങനെയൊക്കെ ഒരു പൂജാരിമാര് പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ നേർച്ച പോലെ നടത്തും. അങ്ങനെ ജോലി നേടിയെടുക്കും. ജോലി നേടിയെടുത്ത് നമ്മൾ സമ്പന്നതയിൽ ഉയരുമ്പോ നമ്മൾ ആ മുരുകനെ മറക്കും, നേടിത്തന്ന ആ പൂജാരിയെ മറക്കും. നമ്മൾ സമ്പന്നതയിൽ മുഴുകി വീണ്ടും ഭൗതിക അസ്തിത്വത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങും. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ഒരു ആൽമരത്തിന്റെ തായ്വേര് പോലെ ശാഖകളിൽ നിന്ന് വരുന്ന ആ ഓരോരോ വേരുകളും താഴേക്ക് ആഴ്ന്നിറങ്ങാനാണ് ശ്രമിക്കുക. ഈ ഭൗതിക ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. ഒരു ആഗ്രഹം കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഗ്രഹങ്ങൾ, പുതിയ പുതിയ വേരുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ അറിയാതെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ മുങ്ങി 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 പൊക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കില്ല. അപ്പോ എന്നേക്കുമായിട്ട് നമുക്ക് പെർമനന്റ് ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ ഈ ഭൗതിക ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് അതീന്ദ്രിയധാമത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ കർമ്മം ഏതോ ഉചിതമാകണമെങ്കിൽ വിഷ്ണുവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അപ്പോ ഏത് ദേവരെ വർഷിപ്പ് ചെയ്താലും അവിടെ വിഷ്ണുവിനായിക്കൊണ്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ശ്രീല പ്രഭുപാദ് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ മുന്നിൽ പോലും നമ്മളെല്ലാം സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞാൽ അവിടെ 33 ദേവി ദേവന്മാർ അദ്ദേഹത്തിന്റെ സേവനം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട്. ആ ദേവി ദേവന്മാരുടെ എല്ലാ ബ്ലെസ്സിങ്ങും നമുക്ക് കിട്ടും. അവരെല്ലാരും ആ യജ്ഞശിഷ്ടം സ്വീകരിച്ചുകൊണ്ട് ഹാപ്പിയാകും. അപ്പൊ ഭഗവാനായി സമർപ്പിക്കുന്ന യജ്ഞവിഹിതമായിട്ട് അല്ലെങ്കിൽ യജ്ഞശിഷ്ടമായിട്ട് അനുഭവിക്കുന്ന ദേവി ദേവന്മാരെല്ലാവരും നമ്മളെ ബ്ലസ് ചെയ്യും. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ തന്നെ 33 ദേവി ദേവന്മാരെയും പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമാണ് സാക്ഷാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് എന്ന് സാരം. അപ്പൊ നമ്മൾ കുടുംബ ദേവതയാണ്, പരദേവതയാണ്, അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അലഞ്ഞു തിരിയേണ്ട ഒരു ആവശ്യമില്ല. ഭഗവാന്റെ പാദത്തിൽ മാത്രം സേവനം സമർപ്പിച്ചാൽ മതി. ആ കുടുംബ ദേവതകളും പരദേവതകളും മറ്റു ഉപദേവന്മാരും എല്ലാവരും ഹാപ്പിയാകും. അതാണ് അതിന്റെ വാസ്തവം. അപ്പോ അത്തരം വേദകർത്തവ്യങ്ങളുടെ അഭാവത്താൽ നമ്മുടെ സാമാന്യ വ്യവഹാരങ്ങളിൽ പോലും, ദൃഷ്ടാന്തമായി വീട്ടുകാര്യങ്ങൾ, വ്യാപാര ഇടപാടുകൾ, തൊഴിൽ സംബന്ധ വ്യവഹാരങ്ങൾ, അങ്ങനെ സർവ പ്രവർത്തനങ്ങളുടെയും പരിണത ഫലങ്ങളെ പരമ ആസ്വാദകനായ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നതായി നാം കരുതണം. അപ്പോൾ ദൈനംദിന ജീവിതത്തിലെ ഏതൊരു പ്രവൃത്തിയും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. അത് ഭഗവാന് സമർപ്പിച്ചതിന് തുല്യാവും. അല്ലാതെ നമ്മൾ എല്ലാ പ്രവൃത്തിയും, ഇപ്പൊ പാത്രം കഴുകുകയാണ്, ഈ പാത്രം എല്ലാം കഴുകി കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പാത്രം കഴുകുമ്പോ അല്ലെങ്കിൽ കിച്ചൺ വൃത്തിയാക്കുമ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോ ഒക്കെ ഭഗവാന്റെ സ്മരണ മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടാവാതെ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ആ രൂപവും നാമവും ഗുണങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഭഗവാൻ സമർപ്പിച്ചതിന് തുല്യമായി. അല്ലാതെ പ്രത്യേകിച്ച് എഫോർട്ട് എടുത്ത് കഴുകി തുടച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. അപ്പൊ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സദാ കീർത്തനീയ സദാഹരി, എല്ലായ്പ്പോഴും മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്താൽ മതി. അത് ഭഗവാന് സമർപ്പിച്ചതിന് തുല്യമാകും എന്ന് പറയുന്നു. സർവ്വതിന്റെയും പരമ ആസ്വാദകനും സർവഗ്രഹങ്ങളുടെയും പരമ ഉടമസ്ഥനും സർവ ജീവാത്മാക്കളുടെ പരമ മിത്രവും ഭഗവാനാണ് എന്ന് ഭഗവത്ഗീതയിലും ഊന്നി പറയുന്നുണ്ട്. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ, ആ ശ്ലോകത്തിലും പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദിസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച, ആ ശ്ലോകത്തിലും പറയുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മത്ത സ്മൃതി ജ്ഞാനം, മറവിയും ഓർമ്മയും അറിവും എല്ലാം തരുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ബോധമാണ് കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്. ഇത്രയും നാളും ശരീര അവബോധത്തിൽ ജീവിച്ചിരുന്ന നമ്മള് ഇപ്പോഴാണ് പതിയെ പതിയെ കൃഷ്ണ അവബോധത്തിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും ഉത്തരവാദി അല്ലെങ്കിൽ ഉടമസ്ഥൻ സാക്ഷാൽ ഭഗവാനാണ് എന്ന് തിരിച്ചറിയുകയും എല്ലാ പ്രവൃത്തികളും ഭഗവാനായിക്കൊണ്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പരിപൂർണമായും കൃഷ്ണ അവബോധത്തിലായി. ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കൊള്ളും. അതാണ് പരിപൂർണ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ സർവ്വതിന്റെയും പരമാസ്വാദകനാണ്. ഈ ഗ്രഹങ്ങൾ, ഈ 14 ലോകങ്ങൾ, ഇതെല്ലാം എങ്ങനെ വായുവിൽ ഇങ്ങനെ കിടന്ന് ചുമ്മാ ചുറ്റിത്തിരിയുന്നു എന്നൊക്കെ നമ്മൾ അതിശയത്തോടെ ഓർക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം കൺട്രോൾ ഇരിക്കുന്നത് ഭഗവാനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് സാരം. അപ്പോ ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആചാര്യനിലൂടെ ഭഗവത്ഗീത പഠിക്കണം എന്നതാണ് സാരം. കാരണം ഭഗവാൻ ഈ ലോകം വിട്ട് പോകുന്ന സമയത്ത്, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഉദ്ധവരോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ ലോകം ഉപേക്ഷിച്ചു പോയാൽ ധർമ്മവും ജ്ഞാനവും എവിടെ അഭയം തേടും? ആരെയാണ് അഭയം സ്ഥാനം കണ്ടെത്തേണ്ടത്? എങ്ങനെയാണ് സാധാരണ മനുഷ്യർ ധർമ്മം പാലിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത്, സാക്ഷാൽ ഞാൻ ഭാഗവതത്തിലൂടെ ഉണ്ടാവും, മാത്രമല്ല പകുതി ആചാര്യനിലൂടെയും മനസ്സിലാക്കണം. ആ ഗുരു പരമ്പരയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗുരുവിന്റെ ഹൃദയത്തിലാണ് 50% നോളജ് ഇരിക്കുന്നത്. ബാക്കി 50% ഭാഗവത രൂപേണേ ഉണ്ടാവും. അത് രണ്ടും ചേർന്നാൽ മാത്രമേ 100% നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ആചാര്യനിൽ നിന്ന് തന്നെ ഇത് ശ്രവിക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ മീനിങ് ശ്രീല പ്രഭുപാദാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീല പ്രഭുപാദിന്റെ ഹൃദയത്തിൽ
ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. അപ്പോഴേ നമ്മുടെ ജ്ഞാനം പരിപൂർണമാകുകയുള്ളൂ. അത് മനസ്സിലാക്കി ആചാര്യന്മാരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ജീവിച്ചാൽ ഏതൊരു ജീവാത്മാവിനും പരമധാമം പോകാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവത് സൃഷ്ടിയിലെ സർവ്വതിന്റെ ഉടമസ്ഥൻ ഭഗവാനാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ മറ്റൊരു ദേവി ദേവന്മാരും അവകാശപ്പെടുന്നില്ല. ഒരു ശുദ്ധഭക്തൻ ഇതിനെ സദാ സ്മരിക്കുകയും വേണം. അപ്രകാരം പ്രവർത്തിക്കയാൽ ഭക്തൻ ഭഗവാന്റെ അതീന്ദ്രിയ നാമം, യശസ്, ഭഗവത് ഗുണങ്ങൾ എന്നിവ ആവർത്തിക്കുന്നു. അപ്പൊ ഒരു ഭക്തൻ ഭഗവാനിൽ ഭക്തിയുത സേവനം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം ആ പ്രോസസ്സിലൂടെ പോകുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭഗവാനിലോ അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കും എന്ന് സാരം. ഭഗവാനും അപ്രകാരം തന്നെ ഈ ഭക്തനെ ചേർത്ത് നിർത്തി തന്നെ പോകും. ഏതൊരു സമയത്തും ഭഗവാൻ നമ്മുടെ കൂടെ സദാ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു കഥയിലൂടെ അത് മനസ്സിലാക്കാം. ഒരു പരമഭക്തനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോ അയാൾക്ക് കുറച്ചു ദൂരം പോകേണ്ടിയിരുന്നു. കാൽനടയായിട്ടാണ് പോകുന്നത്. അപ്പോ കഷ്ടപ്പാടുണ്ട്. കല്ലും മണ്ണും മുള്ളും ഒക്കെ ചവിട്ടി അയാള് പോവാണ്. പോകുമ്പോ ഭഗവാനെ സ്മരിക്കുന്നു. അല്ലയോ കൃഷ്ണ, നീ കഷ്ടപ്പാട് കാണുന്നില്ലേ? നീ എന്താ എന്റെ കൂടെ വരാത്തത്? എന്തോ എന്നെ സഹായിക്കാത്തത്? എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കാൻ എനിക്ക് വയ്യല്ലോ ഭഗവാനെ എന്ന് പറയും. അപ്പോ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ മന്ത്രിക്കുന്നുണ്ട്. അല്ലയോ ഭക്ത, എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ഞാൻ നിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. തെളിവ് വേണമെങ്കിൽ നീ നോക്കൂ. നിന്റെ പാദങ്ങൾ പതിയുന്നിടത്ത് മറ്റു 2 പാദങ്ങളും പതിയുന്നത് നീ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇയാള് തിരിഞ്ഞു നോക്കുമ്പോ ശരിയാണല്ലോ, 2 പാദങ്ങളുടെ പാടുകൾക്ക് പുറമെ മറ്റു 2 പാദങ്ങളുടെ പാടുകളും കാണാം. അപ്പൊ അയാൾക്ക് ഭയങ്കര സമാധാനമായി, സന്തോഷമായി. ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്, കാൽപ്പാടുകൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകും. കുറച്ചു ദൂരം പോയിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോ വെറും 2 പാദങ്ങളെ കാണുന്നുള്ളൂ. അപ്പൊ അയാൾ ആലോചിക്കുന്നത്, അയ്യോ ഇപ്പൊ ഭഗവാൻ എന്നെ വിട്ടു പോയോ? എന്റെ കൂടെ ഇല്ലേ? ഈ ചെളി മണ്ണിലും ഇതിലൊക്കെ ഞാൻ തന്നെ ഏകനായിട്ട് നടക്കേണ്ടി വരുന്നല്ലോ എന്ന് സങ്കടപ്പെട്ടു പോവാണ്. കുറെ ദൂരം പോയിട്ടും അയാൾക്ക് മറ്റു 2 പാദങ്ങളെ കാണാനേ സാധിക്കുന്നില്ല. അപ്പോ ഒടുവിൽ പരിഭവമായി ഭഗവാനോട്. ഭഗവാനല്ലേ പറഞ്ഞത് സദാസമയം എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഈ ദുഷിച്ച ചെളിയും മണ്ണും ഒക്കെ കയറിയ സമയത്ത് ഭഗവാൻ എന്റെ കൂടെ ഉണ്ടായില്ല. ഞാൻ ഏകനായിട്ട് വന്നു. നോക്കൂ, എന്റെ പാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്താ എന്നെ ഉപേക്ഷിച്ച് പോയത് എന്ന് ചോദിക്കും. അപ്പോ ഭഗവാൻ പറയാണ്, അന്തരംഗസ്ഥനായി ഇരുന്ന ഭഗവാൻ പറയാണ്, അല്ലയോ ഭക്ത, നീ കണ്ട കാൽപ്പാടുകൾ എന്റേതാണ്, നിന്റേതല്ല. കാരണം നിന്നെ ഞാൻ ചുമന്നിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ എടുത്തുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് മറ്റു 2 പാദങ്ങൾ നീ കാണാത്തത്. ആ കാണാത്ത പാദങ്ങളാണ് നിന്റെ പാദങ്ങൾ. യഥാർത്ഥത്തിൽ ഞാനായിരുന്നു അതിലൂടെ വന്നത്, നിന്നെ ചുമന്നുകൊണ്ട് വരികയായിരുന്നു എന്ന്. അത്രയും കൃപാലുവാണ് ഭഗവാൻ. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാതെ പോയി. ശരിക്കും കലിയുഗത്തിലെ ആൾക്കാർ അങ്ങനെയാണ്. അല്പബുദ്ധികളാണ്, അല്പം ആയുഷ്കളാണ്, ഭാഗ്യം കെട്ടവരാണ് എന്നൊക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിലുള്ള ഈ ചെറിയ ബുദ്ധി വെച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ ബുദ്ധിയോഗം തരും. നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധി തരും. ഭഗവാനെ അറിയാനും ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കാനും ഭഗവാന്റെ ആ സുപ്രീമസി മനസ്സിലാക്കാനും ഉള്ള ബുദ്ധിവിശേഷം ഭഗവാൻ സ്വയമേവ സ്ഫുരത്തിയത്. ഭഗവാൻ സ്വയം തന്നെ നമുക്ക് തരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഭഗവാനെ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഹരിനാമ സങ്കീർത്തന യജ്ഞം ചെയ്തുകൊണ്ട് നമ്മുടെ സാധാരണ എല്ലാ പ്രവൃത്തികളും ചെയ്യാം. അതിന്റെ റിസൾട്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. എപ്രകാരമാണോ ആ ഭക്തനെ തോളിലേറ്റി കൊണ്ടുപോയത് അതുപോലെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. ആ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം. അപ്പൊ വിശ്വാസമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ വിശ്വാസം ഇല്ല, മാതാജി പറയണൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ആചാര്യന്മാര് പറയുന്ന വെറുതെയാണെന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഭഗവാൻ എത്രയോ അകലെ പോകും. അപ്പൊ ഒന്നും ബോധ്യാവില്ല, ഒന്നും മനസ്സിലാവില്ല. അയാള് അകന്നകന്ന് തന്നെ പോകും എന്ന് സാരം. അപ്പോ ഇത് ഇവിടെ പറയുന്നത് ഭക്തൻ സദാ ഭഗവാനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. അങ്ങനെ ഭഗവത് നാമം, കീർത്തി തുടങ്ങിയവയുമായി ഭഗവാൻ അഭിന്നനാണ്. അപ്പൊ ഈ കലിയുഗത്തില് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല എന്നാ പറയണേ. അതുകൊണ്ട് ഭഗവാനെ ത്രിയുഗി എന്ന് പറയും. കാരണം 3 യുഗങ്ങൾ ഭഗവാൻ പല രൂപത്തില് അവതാരങ്ങൾ എടുക്കും, പല രൂപത്തിലും വരും. എന്നാൽ കലിയുഗത്തിൽ വെറും കൽക്കി അവതാരം മാത്രമേ എടുക്കുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ പരമഭക്തർക്ക് വേണ്ടി മാത്രം സാക്ഷാൽ ഭഗവാൻ സ്വയം ഒരു ഭക്തന്റെ രൂപത്തിൽ
ഒരു ഗോപ്യ അവതാരം എടുക്കും കലിയുഗത്തിന്റെ ആരംഭത്തിൽ. അതാണ് സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഭക്തന്റെ രൂപത്തിൽ വന്ന് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ സാധിക്കുക, എങ്ങനെയാണ് വെറും മ്ലേച്ഛനായിട്ടുള്ള അധമവർഗത്തിൽപ്പെട്ട നായ്മാംസം ഭക്ഷിക്കുന്നവർക്ക് പോലും ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് പകർന്നു നൽകി. അങ്ങനെ ഉള്ളവർക്ക് പോലും അതീന്ദ്രധാമ മോക്ഷപ്രാപ്തിയും നൽകി. അങ്ങനെ ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിൽ വന്ന് ഗോപ്യ അവതാരത്തിൽ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ആർക്കും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സാക്ഷാൽ കൃഷ്ണനായിട്ട് കാണാൻ സാധിക്കാത്തത്, മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പരമഭക്തർക്ക് മാത്രമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ ലഭിക്കുക. അപ്പോ നമ്മളെല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കിട്ടിയത് കൊണ്ട് മാത്രമാണ് സ്പിരിച്വൽ മാസ്റ്ററെ കിട്ടിയതും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കുന്നതും അതെല്ലാം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും സാധിക്കുന്നതും ഇതൊരു പരമ ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തെ കൈവിട്ട് കളയാതെ ഇതേപോലെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഓരോ പദം മുന്നോട്ട് വയ്ക്കുമ്പോഴും ഭഗവാന്റെ സ്മരണയോടുകൂടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ സംരക്ഷണത്തിൽ തന്നെ ആകും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കലിയുഗത്തിന് വേണ്ടിയിട്ടാണ് ഈ നാമരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൽ ഭഗവാൻ ഉണ്ട്. ഭഗവാൻ നമ്മുടെ നാവിൽ നൃത്തമാടുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കണം. അതാണ് ഒരു പരമഭക്തന്റെ അൾട്ടിമേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഏതൊരാൾക്കാണോ നാവിൽ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നാവിൽ നൃത്തമാടുന്നത് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം പ്യൂരിറ്റിയോടുകൂടി ജപിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അത്രയും സ്വാർത്ഥതയില്ലാതെ ഭൗതിക അഭിലാഷങ്ങൾ ഇല്ലാതെ ജപിക്കുന്ന ഒരു ഭക്തന് തന്റെ നാവിൽ ഭഗവാൻ നൃത്തമാടുന്നത് കാണാൻ സാധിക്കും. ഹരിബോൽ ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആജ്ഞാ നിർവഹണത്തിനായി നിശ്ചയമായും വരുമാനത്തിന്റെ ഭൂരിഭാഗവും, അതായത് 50% കുറയാതെ വിനിയോഗിക്കണം. മാത്രമല്ല ഭക്തിനിഷ്ഠ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനായി പ്രഭാഷണങ്ങൾക്കുള്ള സൗകര്യവും ഒരുക്കണം. സമ്പൂർണ്ണ വിശ്വപ്രപഞ്ചത്തിലും ഭഗവത് നാമ രൂപ ഗുണ ലീല കീർത്തനങ്ങളിലും യശപ്രഖ്യാപന വർണ്ണന പ്രചരണങ്ങളിലും നിരന്തരം വ്യാപൃതനായിരിക്കുന്ന ഒരു ഭക്തനോളെക്കാളും പ്രിയപ്പെട്ടവനായി ആരും തന്നെ ഇല്ലെന്ന് ഭഗവാൻ ഭൗതിക ലോകത്തിലെ സ്പഷ്ടമായി അരുളി ചെയ്യുന്നു ഭഗവത്ഗീതയിലൂടെ. തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നു, എന്റെ നാമരൂപ ലീലാ ഗുണങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും വേണം, മറ്റുള്ളവരെ സഹായിക്കുകയും വേണം ഭക്തിയുത സേവനത്തിൽ വരാനായിട്ട്. അല്ലാതെ 5 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തോ അല്ല സന്തോഷിപ്പിക്കേണ്ടത്. അങ്ങനെയല്ല ചാരിറ്റി പ്രവർത്തിക്കേണ്ടത്. ഏതൊരാൾക്കാണോ കൃഷ്ണാവബോധം പകർന്നു നൽകാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും അത്യുത്തമമായ ചാരിറ്റി എന്ന് പറയുന്നത്. ഒരു ഫോളൻ സോളിനെ അവിടുന്ന് ഉണർത്തി അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ കഥാമൃത പ്രഭുവും മാതാജിയും അവരുടെ ജീവിതം തന്നെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ജീവിക്കുന്നവരാണ്. ഇതുപോലെ അനേകം ഭക്തന്മാരുണ്ട്. അവരുടെ ജീവിതം തന്നെ ഭഗവാന് വേണ്ടിയിട്ട്, ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കൃഷ്ണാവബോധം എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ മാരത്തോൺ ഭഗവത്ഗീത പ്രഭാഷണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാപിയുടെ കയ്യിലെങ്കിലും ഈ ഭഗവത്ഗീത ബുക്ക് കിട്ടിക്കോട്ടെ, അവര് തുറന്ന് വായിച്ചില്ലെങ്കിൽ പോലും ആ പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിക്കാതെ അവരുടെ കസ്റ്റഡിയിൽ അവർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുണ്യം അവർക്ക് കിട്ടും. ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും അവർക്ക് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. അത്രയും മഹത്തരമാണ്. അതിനുള്ള മനുഷ്യജന്മം അവർക്ക് കിട്ടും. ഒരു ഭഗവത്ഗീത ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അയാളുടെ ജന്മം തന്നെ സഫലമായി. അയാൾ വായിച്ചില്ലെങ്കിൽ പോലും അതിന്റെ മഹത്വം കാരണം അടുത്ത ജന്മം അയാൾക്ക് മനുഷ്യജന്മം തന്നെ കിട്ടും, മൃഗജന്മത്തിലേക്ക് പോവില്ല. പക്ഷേ അയാൾ പാപിയാണ്, പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചിലപ്പം കിടക്കുന്ന ആളായിരിക്കും, എഴുന്നേറ്റ് നടക്കാത്ത ആളായിരിക്കും. ആ പാപഫലം എല്ലാം അയാൾ അനുഭവിക്കേണ്ടി വരും. ഈവൻ ദോ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാലും ഒരു മനുഷ്യജന്മം ലഭിക്കും എന്നത് വാസ്തവമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഭഗവത്ഗീത എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ വാണിയാണ്, ഹൈ ഫിലോസഫിയാണ്. അത് അയാൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അയാളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി, ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളെ മാക്സിമം ആൾക്കാരിലേക്ക്, ജീവാത്മാക്കളിലേക്ക് എത്തിക്കാൻ.
പ്രസാദത്തിന്റെ ശിഷ്ടം നമ്മൾ മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. പഴകിയ പ്രസാദാണ്, കളയാം, മണ്ണിൽ കുഴിച്ചിടാം എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കുക, പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചെടിയുടെ ചോട്ടിൽ കുഴിച്ചിടുക, അതിന്റെ വേരായിക്കോളും, അത് വലിച്ചെടുത്തോളും. ആ പുണ്യം അതിന് ഒരു മറ്റൊരു എലിവേറ്റഡ് ജന്മം ലഭ്യമാകും. ഇത് തന്നെയാണ് ഈ ഹോമകുണ്ടങ്ങളിൽ അർപ്പിക്കുന്ന മൃഗബലികൾക്ക് സാധിക്കുന്നത്. ആ മൃഗങ്ങളെ ബലി അർപ്പിക്കുമ്പോൾ അവർക്ക് ഹയർ എലിവേഷൻ ആണ് നടക്കുക. അത് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വേദമന്ത്രങ്ങൾ ശുദ്ധതയോടുകൂടി സ്ഫുടതയോടുകൂടി ഉച്ചരിക്കുന്ന ബ്രാഹ്മണനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് ഈ കലിയുഗത്തിൽ വെറും നിസ്സാരമായിട്ട് പ്രസാദത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അതായത് പ്രസാദത്തിന്റെ ശിഷ്ടം മറ്റു ജീവജാലങ്ങൾക്ക്, ഉറുമ്പുകൾക്ക്, പക്ഷികൾക്ക്, പട്ടികൾക്ക്, പൂച്ചകൾക്ക്, അങ്ങനെയുള്ള മൃഗങ്ങൾക്കെല്ലാം സമർപ്പിക്കുമ്പോൾ അവരത് ആഹരിക്കുകയാണെങ്കിൽ അതിന്റെ പുണ്യം അവർക്ക് ലഭിക്കും. അപ്പൊ നമ്മളൊരു വലിയ യജ്ഞം ചെയ്തതിന് തുല്യമായിട്ട് വരികയും ചെയ്യും, അറിഞ്ഞോ അറിയാതെയോ. അത്രയും പ്രാധാന്യമുണ്ട് ഭഗവാന്റെ പ്രസാദത്തിന്. ഹരിബോൽ ഹരേ കൃഷ്ണ. അങ്ങനെ അടുത്ത് പറയുന്നത് ഭഗവത് ആജ്ഞാ നിർവഹണത്തിന് ഭൗതിക ലോകത്തിലെ ശാസ്ത്രീയ ആവിഷ്കാരങ്ങളെയും സമാനമായി നിയുക്തമാക്കാൻ സാധ്യമാണ്. അപ്പോ ഈ ശാസ്ത്രീയമായിട്ട് അവര് ഒരു ചന്ദ്രനിലും മൂണിലും ഒക്കെ ഓരോ ഉപഗ്രഹങ്ങൾ അയക്കാനൊക്കെ അവര് കഷ്ടപ്പെടുന്നുണ്ട്, എത്തിക്കാൻ. ആ ശ്രമവും ഭഗവാൻ കാണുന്നുണ്ട്. കാരണം അവരൊക്കെ രഹസ്യമായിട്ട് ഗുരുവായൂരും ഭഗവാന്റെ ബാലാജി തിരുപ്പതിയിലും ഒക്കെ പോയി പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടാണ് ഇന്ത്യയിലുള്ളവർ അത് വിക്ഷേപണം നടത്തുന്നത്. അതിന്റെ പുണ്യപരമായിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഭഗവാൻ അതിനൊക്കെ സഹായിച്ചു കൊടുക്കും, സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് അവരുടെ കഴിവായിട്ട് അവരെ ഉദ്ഘോഷിക്കും. പക്ഷെ അതിന്റെ എല്ലാം പിന്നില് ഭഗവാന്റെ കൃപയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ എല്ലാ ശാസ്ത്രീയ വിജയങ്ങളുടെയും പിന്നിലും ഭഗവാനാണ് എന്നതാണ് വാസ്തവം. അടുത്ത ഭഗവത് ഭക്തന്റെ മധ്യേ ഭഗവത്ഗീത സന്ദേശങ്ങളെ പ്രഭാഷിക്കണമെന്ന് ഭഗവാൻ കാക്ഷിക്കുന്നു. അപ്പൊ ഭഗവാൻ എല്ലാം അറിയാവുന്ന അർജുനനിലൂടെ ഭഗവത്ഗീത നമുക്ക് തന്നിരിക്കുന്നത് സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അർജുനനെ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ഫുൾ ടൈം ഭഗവാൻ അസോസിയേറ്റ് ചെയ്യുന്ന അർജുനൻ എന്നേ മോക്ഷഗതി പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോ അർജുനന് ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. പക്ഷേ സാധാരണ ജനങ്ങൾ ഒരു യുദ്ധഭൂമിയിൽ എന്ന പോലെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം, ഓരോ കുടുംബവും ഓരോ യുദ്ധങ്ങളാണ്. ആലോചിച്ച് നോക്കിയാൽ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഭൗതികമായിട്ട് പല പല പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളിലൊക്കെ കാർപ്പണ്യ ദോഷമോ ഭഗവത് സ്വഭാവ, അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ ശരണം പ്രാപിക്കണം. അർജുനൻ എങ്ങനെയാണോ ഭഗവാനെ ശരണം പ്രാപിച്ചത്, അതുപോലെ നമ്മളും ഭഗവാനിൽ അഭയം തേടിയാൽ മതി. നമ്മുടെ ആ പാപങ്ങളെല്ലാം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം നള്ളിഫൈ ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഭഗവത്ഗീത എല്ലാവരിലും എത്തിക്കണം എന്ന് പറയുന്നത്. ദയാലുത്വവും വിദ്യാഭ്യാസം തുടങ്ങിയ പ്രത്യയങ്ങൾ ഇല്ലാത്തവരുടെ മധ്യേ ഇവയെ പ്രഭാഷിക്കരുത്. അപ്പൊ ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരാളിന്റെ അടുത്ത് നമ്മൾ പറയാനും നിൽക്കരുത്. അവര് ഭഗവാനെ കളിയാക്കും, മാത്രമല്ല നമ്മളെയും കൂടെ അധിക്ഷേപിച്ച് വിടുകയും ചെയ്യും. അത് ഭഗവാന് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ആളും തരം നോക്കി വേണം നമ്മൾ ഭിക്ഷ കൊടുക്കാനെന്ന് പറയുന്ന പോലെ പാത്രം അനുസരിച്ച് ഭിക്ഷ കൊടുക്കണം എന്ന്. അപ്പൊ കുറച്ചെങ്കിലും സാത്വിക് ക്വാളിറ്റി ഉള്ളവരടുത്ത് നമുക്കിത് പറയാൻ പറ്റും. അവർക്കേ കുറച്ചെങ്കിലും ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനും സാധിക്കുള്ളൂ. ഫുള്ളി തമോ ഗുണത്തിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ഈ ഹൈ ഫിലോസഫി എന്നും പറഞ്ഞാൽ അവിടെ ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ആവുകയില്ല, പകരം തിരിച്ച് നമ്മളെ അധിക്ഷേപിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം പ്രഭാഷിക്കാൻ എന്നും ഇവിടെ ശ്രീ പ്രഭുപാദ് നമ്മളോട് പറയുന്നുണ്ട്. അതും നമ്മുടെ ഭഗവാന്റെ ഗുരുവിന്റെ മേഴ്സിയായിട്ട് വേണം നമ്മൾ എടുക്കാൻ. കാരണം ഗുരു പറഞ്ഞതുകൊണ്ട് നമ്മൾ കണ്ണി കാണുന്ന എല്ലാവരുടെ അടുത്തും പറയുമ്പോ അവര് നമ്മളെ അധിക്ഷേപിക്കുന്നത് ഗുരുവിനാണ് വേദന ഉണ്ടാക്കുക. ഒരു ഭക്തനെ മറ്റൊരാള് ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർക്കാണ് ആ വേദന അനുഭവിക്കുക. അല്ലാതെ ആ കേൾക്കുന്ന ആളിനോ, അല്ലെങ്കിൽ കേൾക്കാതെ ആണെങ്കിൽ പോലും ഒരു ഭക്തനെ കുറ്റപ്പെടുത്തിയാൽ അത് നേരെ ചെന്ന് കൊള്ളുന്നത് നമ്മുടെ ഗുരുവിനാണ് എന്ന് മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദൻ അത് വളരെ വേദനാജനകമാണ്. ശ്രീല പ്രഭുപാദ് വേദനിച്ചാൽ അത് ഭഗവാനെ വേദനിച്ചതിന് തുല്യമാണ്. അപ്പോ ഭഗവാനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് മറ്റു ഭക്തന്മാരുടെ പരദോഷം പറയുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്. കുറ്റങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും കുറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഈ കലിയുഗത്തിലെ ആൾക്കാരെല്ലാവരും 4 ഡിഫക്റ്റോട് കൂടിയാണ് ജനിക്കുന്നത് തന്നെ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഓൾറെഡി നമ്മളിലുണ്ട്. അതായത് നമ്മള് മായയിലാണ്, ടോട്ടലി നമ്മൾ ഇല്യൂഷനിലാണ്, ഈ ഭൗതിക ലോകത്താണ്. അതൊരു ഫോൾട്ടാണ്. സോറി. പിന്നെ നമ്മുടെ സെൻസസ് എല്ലാം ഇൻപെർഫെക്റ്റ് ആണ്. അതായത് നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ ഒരു ലിമിറ്റിനപ്പുറം കാണാനോ കേൾക്കാനോ ശക്തിയില്ല. അത് നമ്മുടെ അപാകതയാണ്.
അപ്പൊ എല്ലാ അപാകതയുമുള്ള നമ്മളല്ലേ കുറ്റം കണ്ടില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പൊ എല്ലാവരിലും കുറ്റവും കുറവും ഒക്കെ കാണും. അതിനെയല്ല നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണേണ്ടത്. അവൻ ഭക്തിയുത സേവനത്തിൽ എത്രത്തോളം മുന്നേറുന്നു അത് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അതിനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ, അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ. അങ്ങനെ ആചാര്യന്മാരുടെ പിന്തുണ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ എലിവേറ്റഡ് ആകാൻ സാധിക്കും. അതാണ് വാസ്തവം. മറ്റൊരു ഭക്തനെ അവഹേളിച്ചാൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാൽ നമ്മളാണ് ഗോ ടു ഹെൽ ആവുക, അവരല്ല, ആ കുറ്റമുള്ളവരല്ല. കാരണം ഓൾറെഡി നമ്മൾ കുറ്റക്കാരാണല്ലോ, നമുക്കറിയാലോ, നമ്മൾ എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പോൾ എല്ലാവരിലും നമ്മുടെ കുറ്റം എന്താണ് നമ്മൾ തിരിച്ചറിയുന്നില്ല, അത് മറ്റുള്ളവരാണ് ചൂണ്ടിക്കാണിക്കുക. അപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോ ആ കുറ്റം തിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത്, അല്ലാതെ തിരിച്ച് അയാളെ കുറ്റം കണ്ടുപിടിക്കുകയല്ല വേണ്ടത് എന്ന് സാരം. അങ്ങനെ ഈ എല്ലാവരുടെയും ആകയാൽ തൽപരരല്ലാത്ത വ്യക്തികളെ ഭഗവത് ഭക്തരായി പരിവർത്തനം നടത്താനുള്ള ഉദ്യമം അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മളെ അവഹേളിച്ചാൽ പോലും നമ്മൾ വീണ്ടും അവരെ വേറൊരു രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കണം. മറ്റൊന്നും വേണ്ട, അവർക്ക് പ്രസാദം കൊടുത്താൽ മതി. അതാണ് ജയസാക്ഷി പ്രഭുവിന്റെ കൃപ കൊണ്ട് ഇപ്പൊ നടക്കുന്നത്. RCC സെന്ററിൽ കിടക്കുന്നവർക്കും പോലീസുകാർക്കും സാധാരണ ജനങ്ങൾക്കും ഒക്കെ പ്രസാദം ആദ്യം കൊടുക്കും. പ്രസാദത്തിലൂടെ ഭഗവാന്റെ കൃപ അവരിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ സാധിക്കും, അതിനുള്ള ഭാഗ്യം കിട്ടും. അപ്പൊ ആദ്യം പ്രസാദം കൊടുക്കുക. പ്രസാദം കൊടുത്ത് അവരുടെ മനപരിവർത്തനം വരും. പിന്നെ നമുക്ക് പറഞ്ഞാൽ, ഭഗവാനെ പറ്റി പറഞ്ഞാൽ കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേതോ ദർപ്പണം ആർജനം പോലെ, അതായത് കണ്ണാടിയിൽ പൊടി പറ്റി നിറഞ്ഞിരിക്കുമ്പോ നമ്മുടെ മുഖം കാണാൻ പറ്റാത്തത് പോലെ ആ അഴുക്കിനെ കഴുകി കളയണം. അപ്പൊ അവർ ആഹരിക്കുന്ന പ്രസാദത്തിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഹൃദയശുദ്ധി കുറച്ചെങ്കിലും വരും. ആ വരുന്നതിലൂടെ നമുക്ക് കുറച്ച് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനും സാധിക്കും എന്ന് സാരം. അതിനുശേഷമാണ് ഇപ്പൊ മാരത്തോൺ ബുക്ക് ഡിസ്ട്രിബ്യൂഷനും തുടങ്ങിയത്. അപ്പൊ ആദ്യം പ്രസാദം കൊടുത്തു അവരെ പ്യൂരിഫൈ ചെയ്തു. ഇപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലൂടെ അവരിലേക്ക് ഭഗവാനെ എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നു. അത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലഘു പ്രക്രിയ ശ്രീ ചൈതന്യ മഹാപ്രഭു അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതീന്ദ്രിയ സന്ദേശാധ്യായനങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി ഗാനാലാപനം, നൃത്തം, ലഘുഭക്ഷണം തുടങ്ങിയ നൂതനവും ലഘുവുമായ മാർഗം പ്രഭു നമുക്ക് പറഞ്ഞു തന്നു. ശ്രീല പ്രഭുപാദിന്റെ കൃപ കൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട് നമുക്ക് എപ്രകാരം ഭക്തിയുത സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. പ്രസാദ വിതരണത്തിന്റെ ആ പുണ്യം മഹത്വം നമുക്ക് വിവരിച്ചു തന്നു. ഭഗവാനെ കീർത്തനീയ സദാഹരി അതിന്റെ മഹത്വം പറഞ്ഞു തന്നു. മാത്രമല്ല, എപ്പോഴും ഭഗവാന്റെ മുന്നിൽ ഹാപ്പി ആയിട്ട് നൃത്തം ചെയ്യൂ, ആനന്ദ നൃത്തം ചെയ്യൂ. അപ്പൊ അത് ഭഗവാനെ നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് കീർത്തനം തുടങ്ങി വരുമ്പോഴത്തേക്കും ഓരോരുത്തർ അറിയാതെ തന്നെ ആടിപ്പോവും, അറിയാതെ തന്നെ നൃത്തം വെക്കും. ഡാൻസ് ഒന്നും പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല, ഗാനമൊന്നും പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല, പക്ഷെ അവര് അതിമനോഹരമായിട്ട് ഗാനം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യും, കീർത്തിച്ചുകൊണ്ട് നൃത്തം ചെയ്യും. ഇതാണ് ഒരു പരമഭക്തന് ചെയ്യാനുള്ളത്. എത്ര സിമ്പിൾ അല്ലേ? നമ്മൾ പ്രസാദം കഴിക്കുക, ആനന്ദിക്കുക, സന്തോഷിക്കുക, നൃത്തമാടുക, കീർത്തിക്കുക, ഇത്രയും മതി, നമ്മുടെ ജീവിതം സഫലമായി. ബാക്കി പ്രശ്നങ്ങളൊക്കെ അത് നള്ളിഫൈ ചെയ്തു പോകും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് പൊക്കോളും. നമ്മൾ അതിന്റെ പിന്നാലെ തല പുകഞ്ഞ് സമയം കളഞ്ഞ് ഭഗവാനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് എന്ത് ഫലം, എന്ത് ഗുണം? ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും, അതെല്ലാം വരുന്നത് നമ്മുടെ കർമ്മഫലമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതമെങ്കിലും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് അനുഭവേദ്യമാകും എന്നതാണ് വാസ്തവം. ആ ഹാപ്പിനെസ്സിനെയാണ് പറയുന്നത് ആത്മാനന്ദം എന്ന്. ആത്മാവ് ആനന്ദിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന്. അപ്പോ അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ രീതി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ അഭ്യസിപ്പിച്ചതാകയാൽ ചെകുത്താന്റെ ആസ്ഥാനമായി ഈ നരകം ഭഗവാന്റെ അതീന്ദ്രിയ ധാമമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്നതിന് പരിപൂർണ നിശ്ചയമുണ്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആൾട്ടർ വെച്ചിട്ട് അതിന്റെ മുന്നിൽ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ഈ നരകമായിട്ടുള്ള ലോകം പോലും സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആനന്ദത്തിൽ ആറാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഓരോ ഉത്സവം നടക്കുമ്പോഴേയും കൃഷ്ണ ബലറാം ടെമ്പിളില് എത്രത്തോളം ആൾക്കാരാണ് ആനന്ദത്തിൽ ആറാടി എല്ലാം മറന്നു നിൽക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തരെ വീക്ഷിച്ചാലും അറിയാൻ പറ്റും. അപ്പൊ അത്രത്തോളം ഹാപ്പിനെസ് കുറച്ചു നേരം അവരിവിടെ ഉള്ളപ്പോൾ മാത്രമാണ് അനുഭവിക്കുന്നത് എങ്കിൽ പോലും ആ ആനന്ദം അവരുടെ ആത്മാവിൽ ഉണ്ടാകുന്ന ആനന്ദമാണ്. അത് പെർമനന്റ് ഹാപ്പിനെസിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ് വാസ്തവം. അങ്ങനെ നല്ല ഗാനാലാപനങ്ങളും നൃത്തങ്ങളും ലഘുഭക്ഷണവും എല്ലാം ലഭ്യമാകുന്ന ഒരു സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ
ആർക്കും വിസമ്മത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എല്ലാരെയും വിളിക്കൂ, ക്ഷണിക്കൂ. മറ്റ് ഏതൊരു ആൾക്കാരനെയും ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ആളാണെങ്കിലും ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കൂ. അതുപോലെ ഈ ദാമോദര ആരതി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കൂ. സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കൂ. അവർക്കൊക്കെ പ്യൂരിറ്റി ഉണ്ടാവട്ടെ, അവർക്കൊക്കെ ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ, അവരെല്ലാം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് വരട്ടെ, അട്രാക്റ്റഡ് ആവട്ടെ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും പറയുന്നതും. അത്തരമൊരു സമ്മേളനത്തിൽ ഏവരും പങ്കെടുക്കുകയും ഭഗവാന്റെ അതീന്ദ്രിയ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഭഗവാനുമായി സമ്പർക്കപ്പെടാൻ സേവകനെ സഹായിക്കുന്നത് കേവലം ഇത് മാത്രമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ആചാര്യന്റെ കൃപ കൊണ്ട്, ശ്രീല പ്രഭുപാദിന്റെ കൃപ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സിംപ്ലി അതൊന്ന് ഫോളോ ചെയ്താൽ മതി. ആചാര്യന്മാരും നമ്മുടെ സന്യാസി വര്യന്മാരും ഗുരു തുല്യരും ഒക്കെ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ നമ്മൾ അറിയാതെ തന്നെ ആത്മീയ ആനന്ദം നമ്മളിലേക്ക് വരുന്നത് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ അപ്രകാരം ആത്മീയ സാക്ഷാത്കാരത്തോളം ഭക്തൻ സ്വയം പരിശുദ്ധനാവുകയും ചെയ്യും. സർവവിധങ്ങളായ ലൗകിക അഭിവാഞ്ചകളിൽ നിന്നും ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ നിന്നും ഭഗവത് ഗുണത്തെക്കുറിച്ചുള്ള ശുഷ്കമായ ഊഹാപോഹങ്ങളിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രമായ ഒരു ശുദ്ധഭക്തന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ അവ നിർവഹിക്കുകയാണ് ആത്മീയ കർമ്മങ്ങൾ വിജയകരമായി അനുഷ്ഠിക്കുന്നതിനുള്ള ഏക വ്യവസ്ഥ. അപ്പൊ നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ ഇന്ന് ഭൗതിക ആഗ്രഹങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉപേക്ഷിക്കപ്പെടും. അതിന് ഉദാഹരണം തന്നെ സ്വയം നമ്മളൊന്ന് അവലോകനം നടത്തിയാൽ അറിയാം. നമ്മൾ പണ്ടൊക്കെ ഒരു സാരി തൂക്കിയിട്ട് എടുക്കുന്ന കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പേ അത് പോവില്ല, നേരെ സാരി കടയിലേക്ക് കയറും. ജസ്റ്റ് ഞാൻ കാണേയുള്ളേ, വാങ്ങിക്കൊന്നുമില്ലേ എന്നൊക്കെ ആയിരിക്കും ഭർത്താവിനോട് പറയണത്. എന്നിട്ട് കയറിയിട്ട് 2-3 സാരിയും പിടിച്ചോണ്ടായിരിക്കും തിരിച്ചിറങ്ങി വരണത്. അപ്പൊ ഭർത്താവിന്റെ പോക്കറ്റ് കാലിയാവുമ്പോഴായിരിക്കും അങ്ങേര് ദേഷ്യപ്പെടുന്നത്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അവസ്ഥ. ഇപ്പോഴോ എത്ര സാരിക്കടയുടെ മുന്നിൽ കൂടെ പോയാലും ആ സാരി ഭഗവാന് ചുറ്റിയാൽ എങ്ങനെയിരിക്കും എന്നായിരിക്കും ആലോചിക്കുക. എങ്ങനെ ഭഗവാനെ കൂടുതൽ സുന്ദരനാക്കി നമുക്ക് കാണാൻ പറ്റും എന്നായിരിക്കും ഒരു ഓർണമെന്റ് കാണുമ്പോ ഒരു കുറെ കുപ്പിവളകളോ അല്ലെങ്കിൽ മുത്തുമാലകളോ ഒക്കെ കണ്ടാലും അത് ഭഗവാന് ചാർത്തിയാൽ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കും. പ്രത്യേകിച്ച് എന്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ ഫാൻസി കടകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് പെൺകുട്ടികളില്ല വാങ്ങിച്ചണിയിക്കാൻ. ഞാൻ ഈ വയസ്സായി, എനിക്ക് എത്രത്തോളം അണിയാൻ പറ്റും. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ ഈ മാല ഭഗവാന് ചേരൂ, എന്റെ വീട്ടിൽ ഇരിക്കുന്ന ഡേറ്റീസിന് ഇടാൻ പറ്റുമോ, എന്റെ ഭഗവാന് ഇടാൻ പറ്റുമോ, ലഡ്ഡുഗോപാലിന് ഇടാൻ പറ്റുമോ, അത്ര ചെറുതാണോ അതോ ഇത് വലുതായി പോയോ, അപ്പൊ ഇത് കൃഷ്ണ ബലറാമിന് ചേരൂ, അങ്ങനെ ചിന്തിക്കും. അപ്പൊ സദാസമയം ഭഗവാനെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ആഗ്രഹം, അപ്പൊ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം മാറി 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 അപ്പോ ആത്മീയ ആനന്ദത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, എങ്ങനെ സുന്ദരനാക്കാം, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ ഓരോരുത്തരും എത്തണം എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോ ഭഗവത് പ്രകൃതിയെ ആരും തന്നെ സ്ഫുടീകരിച്ചിട്ടില്ല. സവിശേഷമായി ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാനും സാമാന്യമായിട്ടുള്ള മറ്റുള്ള വേദ സാഹിത്യങ്ങളെ ഈ വസ്തുതയെ മുമ്പ് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ വേദങ്ങളിലൂടെ പോയാൽ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവം. അത് തന്നെയാണ് വ്യാസദേവന് ഈ മനോദുഃഖം ഉണ്ടാകാനുള്ള കാരണവും. അതുകൊണ്ടാണ് പ്രത്യേക ഒരു സെക്ഷൻ പോലെ ഈ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടിയത് എന്നാണ് വാസ്തവം. ഭഗവത് ആജ്ഞകളെ അനുവർത്തിക്കുകയും അവയെ സമ്പൂർണമായി സ്വീകരിക്കുകയുമേ നാം ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മെ പരിപൂർണതയുടെ പാതയിലേക്ക് നയിക്കും. ഒരാൾക്ക് സ്വന്തം സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കാം. വിശേഷിച്ചും ബഹുവിധ ക്ലേശങ്ങൾ സമൃദ്ധമായ ഈ യുഗത്തിൽ ആർക്കും തങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ സാധ്യമല്ല. അപ്പൊ ഓരോരുത്തർക്കും സ്ട്രോങ് ഒരു ബിലീവ് ഉണ്ടായിരിക്കും അവനവനിൽ തന്നെ. അതുകൊണ്ടാണ് പലരും നമ്മൾ എത്ര പ്രാവശ്യം ജപിക്കൂ എന്ന് പറഞ്ഞാൽ അവർ ചാണ്ടിയാ കൂട്ടാക്കൂല. മാല പോലും പിടിക്കാൻ മനസ്സിലാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. അപ്പൊ അതൊക്കെ പതിയെ പതിയെ പറ്റുള്ളൂ. അവർക്ക് പ്രസാദം കൊടുത്തു മാത്രമേ നമുക്ക് അവരെ പരിവർത്തനം നടത്താൻ പറ്റൂ. ചില ഭാര്യമാര് സങ്കടപ്പെടും, എന്റെ ഭർത്താവ് ഇതിലൊന്നും വരുന്നില്ല, താല്പര്യമില്ല, പക്ഷെ എന്നെ തടയുന്നില്ല, എന്നെ പോകാൻ അനുവദിക്കാറുണ്ട് എന്ന് പറയും. അങ്ങനെ ഉള്ളവരടുത്ത് ഗുരുമരാജ് പറയും, നീ അയാൾക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കൂ. അങ്ങനെ പ്രസാദം കൊടുത്ത് അയാളുടെ മനസ്സ് മാറി വരുന്നത് നിനക്ക് കാണാൻ പറ്റും, നിനക്ക് അറിയാൻ പറ്റും. എത്ര ദുഷ്ടനായിട്ടുള്ള ആളാണെങ്കിലും എത്ര പാപിയായിട്ടുള്ള ഭർത്താവാണെങ്കിലും വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുക എന്ന ശുഷ്കമായ ഊഹാപോഹത്തെ ലക്ഷീകരിക്കുന്ന അനുഷ്ഠാനത്തെ ഉപേക്ഷിക്കണം എന്നതാണ് ഏക വ്യവസ്ഥ. അത്തരം അഹങ്കാര ഗർവുള്ള പൊള്ളയായ സ്വയം ശ്രേഷ്ഠതാഭാവത്തെ ഉപേക്ഷിച്ച ശേഷം വിനയ ആധിക്യത്തോടെ ഭഗവത്ഗീത അഥവാ ഭാഗവതത്തിലെ ഭഗവത് ആജ്ഞകളെ മുകളിൽ പ്രസ്താവിച്ച യോഗ്യതകളുള്ള
ഉത്തമ വിശ്വാസ യോഗ്യനായ തന്റെ അതരങ്ങളിൽ നിന്നും സ്വീകരിക്കണം. അത് സർവ്വതിനെയും നിസ്സന്ദേഹം വിജയപ്രദമാക്കും. അപ്പൊ ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ ഭക്തരിൽ നിന്ന് ഭഗവാനെ പറ്റിയുള്ള ശ്രവണം കേൾക്കുന്നത് തന്നെ നമ്മളിലേക്ക് പരിശുദ്ധി വന്നെത്തും എന്നതാണ് വാസ്തവം. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരു പ്യുവർ ഡിവോട്ടികളുടെ അസോസിയേഷന് കിട്ടിയത് വളരെ പുണ്യകരമായിട്ട് എല്ലാവർക്കും അനുഭവേദ്യമായിട്ടുണ്ടാകും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം സുഹൃതിയായിട്ട് നമ്മളിൽ വന്നു ഭവിക്കും. നമ്മൾ ഒരു മാത്രം അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ മുന്നിൽ നിന്ന് കൊടുത്താൽ മാത്രം മതി. അദ്ദേഹത്തിന്റെ ഒരു നോട്ടം നമ്മളിലേക്ക് എത്തിയെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഈ ജന്മത്തിന്റെ പരിപൂർണത. അപ്പോ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആണ് ശ്രീല പ്രഭുപാദിന്റെ നമ്മുടെ കൺമുന്നിൽ കിട്ടിയത്. നമ്മുടെ ഗുരുവിനെ നമുക്ക് അടുത്ത് കിട്ടില്ല, പക്ഷേ ആ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആചാര്യന്മാരെ നമുക്ക് അസോസിയേഷൻ കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അതല്ലെങ്കിൽ അത്രയും അസോസിയേഷൻ അടുത്ത് കിട്ടാനും അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവ ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറായാൽ തന്നെ നമ്മുടെ ജന്മം സഫലമായി. ഹരിപോലെ ഹരേ കൃഷ്ണ. താങ്ക് യു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നിങ്ങളെല്ലാം അൺമ്യൂട്ട് ചെയ്യൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ മാതാജി. നന്നായിട്ട് മാതാജിയുടെ മാതാജി മക്കളിലെ അത് കാണുമ്പോൾ വായിക്കാതെ ഭഗവാന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നു. അതായത് ഭഗവാൻ തന്നെ പറയുന്നു, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര എനിക്കല്ലാതെ. നമ്മൾ എന്ത് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോ കൂടുതൽ വേഷം കെട്ടുന്നവരുണ്ടാകും. അത് ഭഗവാന് വേണ്ടി, അതായത് ഭഗവാന്റെ അടുത്ത് വരുമ്പോ ഭഗവാന് വേണ്ടി വേഷം കെട്ടി വരുന്നവരാ ഇപ്പൊ ഇന്നത്തെ ഈ നമ്മുടെ ഈ സിറ്റുവേഷനിലെ ആൾക്കാർ എന്താ കാണുന്നത്? വേഷം കെട്ടുന്നവരെയൊക്കെ അവരാ നല്ലവരല്ല, വലിയവരെന്നൊക്കെ വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അത് കെട്ടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, അത് ഭഗവാൻ വേണ്ടി കെട്ടുക. അതായത് ഇപ്പൊ മാതാജി ഇത്രയും പറഞ്ഞ ഒരു ശ്ലോകം ഞാൻ പറഞ്ഞോട്ടെ മാതാജി. നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എങ്ങനെ ആയാൽ ഇങ്ങനെയൊക്കെ ആകാം. അതായത് 10ാം സ്കന്ധത്തില് 13ാം അധ്യായത്തിലെ ഒരു ശ്ലോകമാണ്. എത്ര നൈസർഗ ദുർവൈരാന്നും പറഞ്ഞ് ഞാൻ ശ്ലോകം പറയുന്ന അർത്ഥം പറയാം. വൃന്ദാവനം ഭഗവാന്റെ അതീന്ദ്രിയ വാസസ്ഥാനമാണ്. അവിടെ വിശപ്പോ കോപമോ ദാഹമോ ഇല്ല. സ്വാഭാവിക ശത്രുക്കളായിട്ടും മനുഷ്യരും വന്യമൃഗങ്ങളും അവിടെ അതീന്ദ്രിയ സൗഹൃദത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നു. അത് ഭഗവാന്റെ വാസസ്ഥലം ആയതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നു. അതാണ് അതിന്റെ പർപ്പോട്ടില് പ്രഭുപാദർ പറയുന്നുണ്ട്, വൃന്ദാവനത്തിൽ കാട്ടുമൃഗങ്ങൾ ദേവന്മാരെ പോലെയാണ്. എന്തെന്നാൽ അവർക്ക് പകയോ അസൂയയോ ഇല്ല. പകയോ അസൂയയോ ഇല്ല. അസൂയ ഇന്ദ്രിയ സുഖ ആസ്വാദനത്തിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്. അപ്പൊ പക്ഷെ വൃന്ദാവനത്തിൽ ഇന്ദ്രിയ സുഖ ചിന്തയില്ല. എന്തെന്നാൽ കൃഷ്ണന്റെ തൃപ്തിയാണ് ഏവരുടെയും ഏക ലക്ഷ്യം. അതുകൊണ്ട് അവിടെ അസൂയയില്ല. അവിടെ നമ്മൾ വൃന്ദാവനത്തിൽ പോകണം. അത് പർപ്പോട്ടിൽ കുറെ പറയുന്നുണ്ട്, അത് വായിച്ച് വരാൻ സമയം എടുക്കും, അതുകൊണ്ട് വായിക്കുന്നില്ല. അവിടെ നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട് മാതാജി എത്ര മൃഗങ്ങൾ, അതായത് കുരങ്ങന്മാര്, പട്ടി, പശു, പന്നി, ഇവരെല്ലാം എത്ര സൗഹൃദം. അവർ പരസ്പരം, അതായത് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്താൽ ഒരു പട്ടി നമ്മളെ ചവിട്ടി അതെന്ത് ചെയ്യും? കടിക്കും തിരിച്ചു. അതേസമയം വൃന്ദാവനത്തിലെ ഒരു പട്ടിയെ ചവിട്ടിയാൽ പോലും കടിക്കുന്നില്ല. അപ്പൊ അതിന്റെ നമ്മൾ ഭഗവാനിലേക്ക് എത്തുമ്പോ നമ്മുടെ എല്ലാം പോകും. അസൂയ, പക, ഇതെല്ലാം നമ്മളിൽ നിന്ന് പോകും. അതിനൊരു എക്സാമ്പിൾ, ഒരു ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്, വൃന്ദാവനം. ശരി മാതാജി. ഹരേ കൃഷ്ണ. മാതാജി പ്രണാം. മാതാജി ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു മാതാജി. നല്ല അനർഗളമായ പ്രവാഹം എന്നൊക്കെ മാതാജി വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു അനുഭവം കിട്ടി മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാം ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ടിലുണ്ടല്ലോ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറയേ ഉള്ളൂ. അതാണ്. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഇതുപോലെ പറയണ്ടേ മാതാജി? ഒരു ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രവാഹം പോലെ പറയുക എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും ഭഗവാന്റെ ഒക്കെ കാരുണ്യമാണ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ വളരെ നന്ദി മാജി. വളരെ സന്തോഷം.
മാജിയുടെ ഒരുപാട് ക്ലാസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ക്ലാസ് വന്നാലും മതി. സ്വാഗതം ചെയ്യും. നല്ല നല്ല ക്ലാസ്. താങ്ക് യു. ഒരു സെമിനാറിന്റെ കാര്യം പറഞ്ഞ പ്രഭു അത് ചെയ്തോളണം. ഞാനിപ്പോ വൃന്ദാവൻ യാത്ര പോവാണ് 25th. ഓ മാജി എന്നാ തിരിച്ചു വരുന്നേ? മാജി എന്നാ തിരിച്ചു വരുന്നേ? December 2 തിരിച്ചെത്തും. ശരി മാജി, പോയിട്ട് വന്നിട്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ പ്രഭു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ടോപ്പിക് ഏതാണെന്ന് മാജി പോകണമെങ്കിൽ നമുക്ക് സംസാരിക്കും. ശരി ശരി പ്രഭു. ഹരേ മാജി തന്നെ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പവർ പോയിന്റ് മാജിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ് ടോപ്പിക് എന്ന് മാജി പറഞ്ഞാൽ അത് തന്നെ ഫിക്സ് ചെയ്യും. അത് എന്റെ ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രീമദ് ഭാഗവതം മൊത്തം എന്ന് പറയും. കാരണം 2-ാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, അത്ര സർഗോ വിസർജിച്ച സ്ഥാനം പോഷണം ഉദയ. ആ 10 ടോപ്പിക്കാണ് ഭാഗവതം ഉടനീളം വിവരിച്ചിരിക്കുന്നത്. ആ 10 കാര്യങ്ങളെയാണ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ എവിടെ ഭാഗവതത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങളായ 10 കാര്യങ്ങൾ, അത് മതി മാജി ഫിക്സ് ചെയ്തോളൂ. അതിനെ കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് മാജി ഉണ്ടാക്കി പോകണം. നമുക്ക് ഡിസംബറിൽ മാജിക്കും കൂടെ സൂട്ടാവുന്നതായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ പ്രഭു. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ കാര്യത്തിനോട് കുറച്ചൊന്ന് ആഡ് ചെയ്യുക. അതായത് വൃന്ദാവനത്തിലെ മൃഗങ്ങൾ എന്ന് പറയുന്നത്, വൃന്ദാവനത്തിലെ മൃഗങ്ങള് സാധാരണ മൃഗങ്ങളല്ല. കാരണം മനുഷ്യരായ നമ്മള് വൃന്ദാവനത്തിൽ എത്തിയിട്ട് അനാവശ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മനുഷ്യരാണ് അവിടെ മൃഗങ്ങളായിട്ട് ജനിക്കുക. കാരണം മൃഗങ്ങൾക്ക് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമേ ചിന്തയുള്ളൂ. ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മനുഷ്യർ അവിടെ ചെന്നിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർ പിന്നെ മൃഗങ്ങളായി മാറുന്നത്. അപ്പൊ അവരുടെ അവബോധത്തിൽ ഭഗവാൻ ഉണ്ട്. പക്ഷെ അവർക്ക് പറയാനോ പ്രകടിപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ചവിട്ടിയെ പോലും കടിക്കില്ല എന്ന് പറയുന്നത്. അവർക്കറിയാം ഭക്തന്മാരാണ് ഇവിടെ വരുന്നതെന്ന്. ഞാനും ഇതുപോലെ ഒരിക്കൽ വന്നതാണ്, ഞാൻ തെറ്റ് കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ പട്ടിയുടെ രൂപം എനിക്ക് കിട്ടിയത് എന്ന് അവർക്കറിയാം. പക്ഷെ പറയാനോ എഴുതാനോ പറ്റില്ലല്ലോ. അതാണ് വൃന്ദാവനത്തിലെ മൃഗങ്ങൾ പോലും ദേവതുല്യരായിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നത്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതായത് കുരങ്ങന്മാര് കുറച്ച് ഭൗതികമായ കാമ കൂടുതൽ മനുഷ്യർക്ക് അവിടെ കൊടുത്തതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ച പറയാം പ്രഭു. ഓക്കെ. വാഞ്ചാകൽപതരൂപസ്യ വൈഷ്ണവേ നമോ നമ. അനന്ത കോടി വൈഷ്ണവ വൃന്ദ की जय. श्रीला प्रभुपाद की जय. गुरु महाराज की जय. नित्य गौर प्रेमानंदे. हरि हरि बोल. हरे बोल. താങ്ക് യു. ഹരേ കൃഷ്ണ. ഞാൻ ക്വിറ്റ് ചെയ്തോട്ടെ? ഓക്കെ മാജി. ഹരേ ഹരേ കൃഷ്ണ.